സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. അത്യുന്നതനായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യരൊക്കെയും ആഗ്രഹിക്കുന്നു. സർവ്വ അഖിലാണ്ടത്തിൻ്റെയും സൃഷ്ടാവായ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവമാണ് സകലത്തിൻ്റെയും ആധാരമെന്നും അവിടുന്നാണ് സകലത്തെയും നിയന്ത്രിക്കുന്നതെന്നും ആദിമ മനുഷ്യൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് മനുഷ്യൻ്റെ എക്കാലത്തെയും ഒരു ചിന്താവിഷയം തന്നെയാണ്. ഈ കാലത്തും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് മനുഷ്യരുടെയൊക്കെ അദമ്യമായൊരാഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വിവിധ മാർഗങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവരാഗ്രഹിക്കുന്നു. ചിലർ ധാരാളം നേർച്ച കാഴ്ചകൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റു ചിലരാകട്ടെ ദാനധർമാദികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റു ചിലരാകട്ടെ ശരീരത്തെ മുറിവേൽപ്പിച്ച് രക്തം ചിന്തി അതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വാസ്തവമായി ദൈവം പ്രസാദിക്കുന്നത് എന്തിലാണ്? തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ പഴയ നിയമകാലത്ത് മനുഷ്യർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി യാഗങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് വേണ്ടി ദൈവം നൽകിയ യാഗങ്ങൾ വാസ്തവത്തിൽ അവരുടെ പാപക്ഷമ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. പാപിയായ മനുഷ്യന് ദൈവത്തോട് അടുത്തു വരുവാൻ യാതൊരു അനുവാദവുമില്ല. ആദാമ്യ വർഗത്തിൽ ജനിച്ചിരിക്കുന്ന എല്ലാവരും പാപികളാണ്. ആ പാപാവസ്ഥയിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം അവർക്ക് നൽകിയിരുന്നതാണ് യാഗങ്ങൾ. ഹോമയാഗം, പാപയാഗം, അകൃത്യയാഗം, ഭോജനയാഗം, സമാധാനയാഗം എന്നിങ്ങനെയുള്ള യാഗങ്ങൾ ദൈവം അവർക്ക് നൽകിയിരുന്നതായ അനുഷ്ഠാനങ്ങളായിരുന്നു. ഇവയിൽ മിക്ക യാഗങ്ങളും രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ദൈവിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവയായിരുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. യാഗം നടത്തിയ വ്യക്തി വീണ്ടും പാപം ചെയ്യുമ്പോൾ വീണ്ടും യാഗം ആവശ്യമായി വരുന്നു. അങ്ങനെ ധാരാളം യാഗങ്ങൾ പഴയ നിയമകാലത്തുടനീളം ചെയ്തതായി നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യൻ അശ്രാന്ത പരിശ്രമം ചെയ്തു. എന്നാൽ അതിൽ കൂടെ ഒന്നും യഥാർത്ഥമായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു. നോക്കുക, ദൈവത്തിന് പ്രസാദമുള്ളതായ ഏക കാര്യം എന്താണ്? അവിടുന്ന് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റെന്തെല്ലാം ചെയ്താലും അതിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമത്രേ. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? സർവ്വ മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തി അവരെ ദൈവമക്കളാക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ ഏക രക്ഷാമാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് ദൈവമായിരുന്നു, എന്നാൽ ഒരു മനുഷ്യനായി താണലോകത്തിലേക്ക് വന്നു സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. ആ യാഗത്തെ ഏകയാഗം എന്നാണ് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത്. കാരണം പിന്നീട് യാഗങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന അത്യുന്നതനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് പാപക്ഷമ ലഭിക്കുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് തിരുവെഴുത്ത് സ്പഷ്ടമായി നമ്മോട് പറയുകയാണ്. സ്വർഗീയനാദം ശ്രവിക്കുന്ന മാന്യ സ്നേഹിതരെ, ഒരുപക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ താങ്കൾ ഇതിനോടകം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ യഥാർത്ഥമായി ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ദൈവനാമം മഹത്വപ്രമാറാകട്ടെ. ആമേൻ. ജീവനാഥന്റെ വാക്കുകൾ അനുദിനം ശ്രവിപ്പാൻ കേൾക്കൂ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. ഹോമയാഗത്തിലും ഹനനയാഗത്തിലും നീ പ്രസാദമരുളുകില്ല. ഹോമയാഗത്തിലും ഹനനയാഗത്തിലും നീ പ്രസാദമരുളുകില്ല. തകർന്നും നുറുങ്ങിയും
തകർന്നിരിക്കുന്ന മനസ്സ്, നിന്റെ ഭാരം യഹോവയിങ്കൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തിയിടും ദിനവും പുലർത്തിയിടും ദിനവും. നിന്റെ ഭാരം യഹോവയിങ്കൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തിയിടും ദിനവും പുലർത്തിയിടും ദിനവും.